back in one and Hey guys, Assalamualaikum. Welcome back to my channel. And this is the third video. You are wearing the same dress. Would you please explain why? ജസ്റ്റ് ഇട്ടിട്ട് വന്നു ഇന്നപ്പോ പുറത്ത് പർച്ചേസ് ചെയ്തു. ഞാൻ വിചാരിച്ചു എന്തിനാണ് പരിഷ്കാരം, എന്തിനാണ് ഇനിയിപ്പോ ഈ വീഡിയോ കൂടെ ഒന്ന് തീർത്തിട്ട് ഒന്ന് ഫ്രഷ് ആവാനാണ്. അതുകൊണ്ട് 3 വീഡിയോയിൽ ഞാൻ അപ്പൊ ഗൈസ് നമ്മളിപ്പോ റംസാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വന്ന് കുറച്ചേരം ഇരുന്ന് സുനുനെ എവിടെ പോയി കളിച്ചപ്പോ അള്ളപ്പച്ചോനെ ഗൈസ്. അപ്പൊ നമ്മൾ ഐറ്റംസ് ഒക്കെ മേടിച്ച് വന്നു. എത്ര മേടിച്ചാലും അത് നമുക്ക് തികയൂല. അതാണ് മാറ്റർ. സോന് ഉപ്പിട്ട വെള്ളം കുടിച്ചോണ്ടിരിക്കുക. സോന് ഈയിടെ ആയിട്ട് ഫുൾ ഉപ്പിടലാണ് ഗൈസ് വെള്ളത്തിൽ. എനിക്കെന്താ അപ്പൊ നമ്മളിപ്പോ എന്തിനാ ഈ വീഡിയോ എടുക്കണേ മീൻസ് നമ്മളിപ്പോ നമ്മുടെ കറന്റ് കിച്ചനും ഫ്രിഡ്ജിന്റെ കോല നമ്മൾ കാണിച്ചു തരാം. ഇറ്റ്സ് ഓൾ മെസ്ഡ് അപ്പ് ബിക്കോസ് നമ്മളങ്ങനെ ഫുള്ള് ഒതുക്കലൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒതുക്കുള്ളൂ ഡെയിലി ഉള്ളത്. പക്ഷെ നോമ്പ് ഫുൾ ഒന്ന് കിച്ചൺ ഫ്രിഡ്ജൊക്കെ ഒതുക്കണം. ഇതുവരെ ടൈം കിട്ടിയില്ല, വേറെ പണികളിലായിരുന്നു, പുറത്തു പോയൊക്കെ വന്നല്ല. അപ്പൊ ഇപ്പൊ കുറച്ച് ടൈം ഉണ്ട്. ആ ഒരു ടൈമില് അത്യാവശ്യം എല്ലാം ഒതുക്കി ഒന്ന് നീറ്റാക്കണം. ബിക്കോസ് നാളെ നീറ്റ് ചെയ്യാൻ നിന്ന പറ്റൂല. എന്താണ് പറ്റാത്ത? നാളെ ദിവസമാണ് അതന്നെ. ഫുള്ള് ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ പണി തുടങ്ങാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 6:30 ആയാലും നമ്മൾ കിച്ചണില് പൊടിച്ചോണ്ടിരിപ്പുണ്ടാവും. ഇവിടെ ഒരു ഗ്ലാസ് വേഗം കുടിച്ച് നോമ്പ് തുറന്നിട്ടായിരിക്കും അടുത്തത് പൊരിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ 12 മണിക്കാണ് പണിയൊക്കെ തുടങ്ങണത്. ഈ പ്രാവശ്യം രാവിലെ തന്നെ എല്ലാം തുടങ്ങി വെച്ചിട്ട് ഒരു 4-5 മണിക്കുള്ളിൽ തീരുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യം പണി കൂടുതലാണ്. ബിക്കോസ് 2 ഐറ്റം ആവണം. ഹെൽത്തിയും ആവണം, അൺഹെൽത്തിയും ആവണം. അൺഹെൽത്തി ഹെൽത്തി ഒരെണ്ണം മതിയാവും. ഒരു വലിയ ബോൾ ഓഫ് സംതിങ്. മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി വന്നപ്പോ ഒരു സമാധാനം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കൊറേ വിളിക്കണം. അവിടെ ഇരിക്കണായിരുന്നു ക്യാമറ ചാർജ് വെച്ചിട്ട്. സോൺ മനസ്സിലേക്ക് വാ പെട്ടെന്ന് തീർക്കാം. എനിക്ക് വയ്യ. കുഴപ്പമില്ല, വേറെ തീർക്കാൻ കുളിക്കാൻ ഭയങ്കര ചൂടെടുത്ത്. കിച്ചൺ കാണിച്ചു തരാം. ഇറ്റ്സ് സോ മെസ്ഡ് അപ്പ് നൗ. കണ്ടില്ലേ? ഈ സെക്ഷൻ എനിക്ക് ഫുള്ള് എംപ്റ്റി ആക്കണം. പിന്നെ യെസ്, അതൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോ സോണിയുടെ ബെഡ്റൂമിലായിരിക്കും അല്ലേ. ഇത് ജനലിൽ എനിക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് എംപ്റ്റി ആക്കണം, ഇത് എംപ്റ്റി ആക്കണം. എല്ലാം എംപ്റ്റി ആക്കി കാണിച്ചു തരാം ഗൈസ്. എവിടെ വെച്ചിട്ടുണ്ടെന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. ഈ കിച്ചൺ ആയിരിക്കൂല നിങ്ങൾ ഇനി കാണാൻ പോണ കിച്ചൺ. ഫ്രിഡ്ജാണെങ്കിൽ ഒന്നും പറയണ്ട. ഇത് എല്ലാവരുടെ വീട്ടിലത്തെ ഫ്രിഡ്ജിങ് തന്നെ ആയിരിക്കും കേട്ടോ. ലൈവായിട്ട് കാണിക്കാമോ? കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് നിറച്ച് ഫ്രൂട്ട്സ് ഇപ്പൊ വരും. അതൊക്കെ കയറ്റി വെക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒതുക്കാനുള്ളത് പുറത്ത് വെക്കാം. വാടുന്നതൊക്കെ ഉള്ളി വെക്കാം. അതല്ലേ. അപ്പൊ മൊത്തത്തിലൊരു സുഖമില്ല ഇപ്പൊ കിച്ചണും ഫ്രിഡ്ജൊക്കെ കാണാൻ. അപ്പൊ നമുക്കൊരു സുഖം ആക്കണം. കാണിക്കേ. ഇപ്പൊ നിന്റെ ഫേസ് കാണിക്കേ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ മതി. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം അല്ലെ. അപ്പൊ ലെറ്റ്സ് ബിഗിൻ the duty. ഈ ഒരു സെക്ഷനിലുള്ള ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് ഈ ഒരു ഫുൾ ബക്കറ്റ് ഓഫ് സ്നാക്സ് ആൻഡ് വി ഹാവ് ടു ഗിവ് ഇറ്റ് ടു someone. അപ്പോൾ ഇത് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ ഈ ബോക്സ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് മാറ്റാൻ പോകും. ഫുൾ സ്നാക്സ് ആണ്. അടുത്തത് all these are very unnecessary guys. അപ്പോൾ അതും മാറ്റി. പിന്നെ ഈ ഒരു ഡബ്ബം നമ്മൾ ക്ലിയർ ചെയ്യണ്ടേ.
പിന്നെ ഇതൊക്കെ വേണം. ഇത് റൂം ഫ്രഷ്നർ വേണം, ഇത് വേണം, ഇത് വേണം. ഈ ബോട്ടിൽ മാറ്റുണ്ട്. അപ്പോ നട്ട്സ് നമുക്ക് ആവശ്യം. അവിടെ ഒരു കബോർഡ് ആണ് പൊളിച്ചിട്ടിട്ടുണ്ട്. ആക്ച്വലി എന്റെ കാലം കൊണ്ടാണ് പൊട്ടിയത്, പക്ഷെ എപ്പോഴും അത് ഓപ്പൺ ചെയ്യും. അവന് ഒരു സ്ക്രൂലാണ് നിൽക്കണത്, അത് അവന് മാറ്റാൻ വേണ്ടിയാണ് ഭയങ്കര ഒരു താല്പര്യം. അതിപ്പോ സോണ് ഒട്ടിക്കണുണ്ട്, അപ്പൊ അത് നോ ക്യാഷ് കാണുമ്പോ ഒരു വികാരം ബേസ്. നല്ല ക്യാഷ്. അപ്പോ ആ ഒരു പ്ലേസ് അവിടെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1 by 1 വെക്കണം. ട്രൈപോഡ് ഇട്ട് വെച്ചേക്കണം. ഗുഡ് ബേബി അല്ലേ നിങ്ങൾ? ഗുഡ് ബേബി. ട്രൈപോഡ് ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. അപ്പൊ നൈസായിട്ട് അത് ഉണ്ടാകാനുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ തുടച്ചിട്ടെല്ലാം ക്ലീൻ ആക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് 1 by 1 എടുത്ത നട്ട്സ് ഒക്കെ അവിടെ വെക്കാം. നട്ട്സ് ഒക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു കോർണറിൽ. ലെറ്റ് ഇറ്റ് ബി ദേർ, അവിടെ ഇരിക്കട്ടെ. അടിപൊളിയായിട്ട്. ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. സ്മോൺ ടു ദിസ് സൈഡ് ഈ വിൻഡോസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ട് ഞാൻ വെക്കുമെന്നൊരു പ്ലാൻ ഇല്ല ഗൈസ്. കണ്ടിടത്തൊക്കെ വെക്കാം നമുക്ക്. ഒറ്റടിക്ക് കാണുമ്പോൾ കിച്ചൺ ക്ലിയർ ആയിരിക്കണം, അതാണ് നമ്മുടെ മോട്ടീവ്. അപ്പോൾ ഇത് ഇനി ക്ലിയർ ആക്കട്ടെ. ഈ ജനാലൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. ഒരു 2 കിലോ കുറയുമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്, അതാണ് പ്രശ്നം. ഇപ്പൊ 2 പേര് കിച്ചണിൽ വന്നാൽ എബ്ബു അവിടെ ഒറ്റക്കാവും. എബ്ബിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ സോനും എബ്ബിനെ നോക്കുന്നുണ്ട്. സോൻ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ ഞാൻ ജനാലെ ഒന്ന് തുടച്ചിട്ട് സെറ്റാക്കാം നമുക്ക്. ആക്ച്വലി ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷെ ടൈമാണ് മാറ്റർ ഗൈസ്. ടൈം കിട്ടൂല. എൻ്റെ മമ്മ ഒക്കെ കുറച്ച് നേരത്തെ തുടങ്ങും ഇങ്ങനെ ക്ലീനിങ്. റാത്ത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഇതൊക്കെ തുടങ്ങാറുണ്ട്.
ഈസി ആവുമല്ലോ നോമ്പാകുമ്പോൾ. നിങ്ങളുടെ വീട്ടിലെല്ലാം അങ്ങനെ ആയിരിക്കും അല്ലേ? നമുക്ക് സമ്മോളെ പോലെ ചെയ്യാം. എനിക്ക് ഈ ജനലിലൊക്കെ തിങ്സ് വെക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അർജന്റിലൊക്കെ എല്ലാവരും ഇങ്ങനെ വെച്ച് പോവാം. അപ്പോൾ യെസ്, ഈ ജനൽ സൂപ്പർ ക്ലീനായി. നമുക്കിനി ഒന്നും വെക്കണ്ട, ജസ്റ്റ് ഈ ഓയിൽ ഡിസ്പെൻസർ മാത്രം വെക്കാം. പുതിയത് മേടിച്ചത് ഇത് മാത്രം വെക്കാം. യെസ്, ഇറ്റ് ലുക്സ് ഗുഡ്. ഐ ഷോ യു ഗൈസ്. അപ്പോൾ ആ ജനലിലുണ്ടായ കുറച്ച് സ്റ്റഫ്സ് ഒക്കെ ഉണ്ട്, ഞാൻ മാറ്റാൻ പോകണമാണ്. ഓൾ ദീസ് ആർ അൺനെസസറി ഇനി നോമ്പ് വരുമ്പോൾ. പക്ഷെ ഞാൻ വേറെ പ്ലേസിലോട്ട് മാറ്റി വെക്കണതാണ്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ ഡിസ്പെൻസർ ഇതാണ്. ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ആക്ച്വലി. നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചത് ഗ്ലാസ് ആണ്. അത് സോനു കഴുകിയിട്ട് ഇതാക്കുന്നുണ്ട്, ഡ്രൈ ചെയ്തിട്ട്. സോ നമ്മൾ അതിലൊഴിച്ചിട്ട് നല്ലോണം അവിടെ വെക്കും. ഇത് സോന മേടിച്ച കുനാഫ് പോലത്തെ സാധനം എന്റെ കൈ. ഓ കേറും ഗൈസ്. എവിടെ? അല്ല, നിന്റെ ചെറിയ കൈയല്ലേ, അപ്പൊ കേറണുള്ളൂ. തടിയുണ്ട് ഗൈസ്. എന്റെ മോതിരം വരാൻ കയറുന്നില്ല. സോനുന്റെ എല്ലാ റിങ്സ് ടൈറ്റ് ആയി ഗൈസ്. നോമ്പില് നമ്മൾ എല്ലാ റിങ് കയറുന്ന പോലെ സോനു കഴിക്കുന്നതായിരിക്കും. അപ്പടപ്പ സൈസ് എണ്ണയൊക്കെ കഴിച്ചിട്ട് നല്ല ഇതാണ് ഡിസ്പെൻസർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഇഷ്ടമായി, സുനുനും ഇഷ്ടമായി. എനിക്ക് ആരും ഇഷ്ടമല്ലാത്തത് ഈ ഗ്ലാസ് ആയതുകൊണ്ട് എപ്പോഴും ആദ്യം കൈ മിക്കവാറും മനുഷ്യന്റെ തന്നെ ഇരിക്കും. ഞാൻ കിച്ചണിൽ വന്ന് എന്തെങ്കിലും ഒന്ന് താഴെട്ടിട്ട് പെട്ടെന്ന് എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ് വർക്ക്. അല്ലെങ്കിൽ എന്റെ തന്നെ ആയിരിക്കോട്ടെ, പറയാൻ പറയാൻ പറ്റൂല. എനിക്ക് ഗ്ലാസ് ഐറ്റംസ് ഒക്കെയാ ഭയങ്കര ഇഷ്ടം. പ്ലാസ്റ്റിക്കിനേക്കാൾ പൊട്ടുന്നുള്ള പേടിയാണ്. ഇഷ്ടമാണ്, പക്ഷെ കാണാൻ ഭയങ്കര ക്ലാസ് ആണ്. പൊട്ടു, അതാണ് പേടി. ഓക്കെ, സെറ്റ്. ഇത് 1000 ml ബോട്ടിലാണ്. കവോ ഇവിടെ തുറക്കത് നാളെ അപ്പൊ നോമ്പ്. നല്ലുണ്ട്. ഓക്കെ, അവിടെ 2 ഓയിലിന്റെ ഐറ്റം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഈ ജനലിലൊന്നും കയറാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ കോല് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഗൈസ് കെൻ കമ്പയർ. നല്ല രസമുണ്ട്. മൊത്തം ക്ലിയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. യെസ്, ഇതാ വെച്ച് വെക്കണം. പുറത്തൊന്നും കാണരുത് പറഞ്ഞില്ലേ ഞാൻ? പുറത്തൊന്നും കാണരുത് എനിക്ക്. ഇത് വേണമെങ്കിൽ തെച്ചോ അല്ലെങ്കിൽ കൊടുക്കാം. This is oregano. അപ്പോ കോഫി, ഇത് ഹണി, തുളസി ഹണി. ചുമ വരും ഇടയ്ക്കിടയ്ക്ക്. സോനുണ്ട്, സോന കൊടുക്കുക. ഞാൻ ഇന്നലെ ഞാൻ എന്ന് വന്നപ്പോ കഴിച്ചത് കുത്തിച്ചുമ. കോൾഡ് ആവണമെന്നില്ല. സോന അലർജി വന്നാലും ശരിക്കും ചുമ. ഐ മീൻ വേണ്ടാത്ത ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും. എന്ത് ചെയ്യുന്നു മൂപ്പർ? ഞാന് ഗ്രീൻ ചില്ലി എടുക്കാറുണ്ട്. എപ്പോ എന്ത് ചെയ്യുന്നേ? എന്താണ്? എന്തോ കുർത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോ. എന്നെ കെട്ടുമ്പോഴൂടാ എനിക്ക് എപ്പോ ഡാഡി പറയൂട്ടോ. എന്ത് പറഞ്ഞാലും ഒരു നോ ഉണ്ട് ദിവസമുണ്ട്. അപ്പോ ഈ ഒരു ഏരിയ ക്ലീൻ ആയി. ഇനി ഇവിടെ സ്ലാബ്, ഐ മീൻ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ട് കാണിച്ചു.
ഒരു സെക്ഷൻ പോയി കുറുമ്പൻ. ഒരു സെക്ഷൻ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ബ്ലിങ്കിങ് പൊളി. ഇവിടെ ഫുൾ ക്ലിയർ ആയി ഗൈസ്. ഇനി ഇപ്പഴത്തെ നോക്കൂ, ഫുൾ മെസ്. ഇനി ഇപ്പഴത്തെ നമുക്ക് മാറ്റി വെക്കാം. ഉപ്പ് പാത്രം എപ്പോഴും ഒരേ പ്ലേസിൽ ഉപ്പിന് ഒരു സുഖം ഉണ്ടാവൂലേ ഗൈസ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ മാറ്റി വെക്കാൻ പോകണം ഉപ്പ് പാത്രം. ഓക്കെ, ഇനി ഇവിടെ ക്ലിയർ ആക്കാം നമുക്ക്. ഓക്കെ, എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം പറമ്പിലോട്ട് ഇടാം. ഒന്നിച്ച് എല്ലാം ഒരുമിച്ച് പറമ്പിലോട്ട് ഇടാം. ഓക്കെ ഗൈസ്, ഇനി കൊടുക്കാൻ പറഞ്ഞ സാധനങ്ങൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണ്ട്. അപ്പൊ മിക്കവാറും ഒന്നും കൊടുക്കാനുള്ളതാന്ന് തോന്നുന്നു. എപ്പോഴും ഉള്ളതാ, ഞാനെല്ലാം എടുത്ത് വെക്കും. അത് ഇങ്ങോട്ട് തന്നെ വരും ഗൈസ്. അപ്പോ ഇത് ക്ലീൻ ചെയ്യണ സ്പ്രേ ഉണ്ടോ? സ്പ്രേ എവിടെയാണത്? പിന്നെ ഇന്ന് മേടിച്ചില്ലേ സിഫിന്റെ അത് വേണ്ട, നാളെ മുതൽ എടുക്കും. ഇതിലില്ലേ? എങ്ങോട്ടാണ് അതിന്റെ ഉള്ളിൽ പോണേ? എന്ത് കുഞ്ഞിനി ഇങ്ങനെ ആക്കടേ? അത് തീരാറായി ഗൈസ്. ഇത് വെച്ചിട്ട് കുറച്ചേരം കഴിയുമ്പോ തൂക്കം വേണം. കുറച്ചേരം വെക്കാൻ ടൈമില്ല ഗൈസ്. അപ്പൊ തന്നെ ഞാൻ ടോയ്ലറ്റ് കഴുകുമ്പോ അങ്ങനെ കേട്ടോ, ഹാർപ്പിക്കൊക്കെ കുറച്ചേരം വെച്ചിട്ട് വേണ്ടേ പിന്നെ കഴുകാൻ. എനിക്ക് ടൈം ഉണ്ടാവൂല, അപ്പൊ തന്നെ ഞാൻ കഴുകും. കിച്ചൺ ഇന്ന് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നല്ല സുഖമായിരിക്കും കുക്ക് ചെയ്യാൻ. അല്ല, ഞാൻ കുറച്ച് പീസ്ഫുൾ ആയിട്ട് കുക്ക് ചെയ്യാമെന്നാ വിചാരിക്കണേ. ഹരിബരി ഒന്നും ഇല്ലാണ്ട് വെച്ച് അഴുക്കൊക്കെ മേത്ത് വെയും. ആരെ കുഞ്ഞി ഗൈസ്, എന്തെങ്കിലും റെസിപ്പീസ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് us. ഈസി വൺ, ഈസി ഈസി വൺ. ഡയറ്റിനുള്ള ഡെസേർട്സ്, ഹെൽത്തി ആയിട്ടുള്ളത് എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. വിൽ ട്രൈ ഡൂയിങ് ദാറ്റ്. ഈസി ആയിട്ടുള്ളത് പ്ലീസ്. ഒരു ദിവസം മുഴുവനും എടുക്കരുത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവണം അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, ഗൈസ്, അപ്പോ നമ്മുടെ പകുതി കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. അപ്പൊ തന്നെ ഒരു വിശപ്പ് തുടങ്ങി ഗൈസ്. വൈ? ബിക്കോസ് എബു ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നു. വന്നപ്പോ തന്നെ ഒരു 6:30 ആകുമ്പോൾ കൊടുത്തായിരുന്നു. ഇപ്പൊ 8 ആയി. ആൻഡ് ഹി സ്ലെപ്റ്റ് ബിക്കോസ് ഓൺ പുറത്തു പോയി വരുമ്പോൾ ഇങ്ങനെ ടയർഡ് ആവും ആക്ച്വലി. അപ്പോൾ ഹി സ്ലെപ്റ്റ്. ആൻഡ് അത് നല്ലതാണ് ബിക്കോസ് എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. അപ്പോൾ തിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ബാക്കി കാര്യങ്ങൾ, അല്ലേ? Yes, because we are very hungry actually. Yes. അപ്പോ പകുതി കഴിഞ്ഞത് ഇപ്പൊ കാണിച്ചു തരാം. ഓ, പകുതി കാണിച്ചു തരാന്ന് പറയുമ്പോ തന്നെ അവിടെ മെസ്സേജ് കേൾക്കുന്നുണ്ട് വീണ്ടും. യെസ്, ഇല്ല, പകുതി കാണിക്കണം ചെയ്ത്. ഓക്കെ, ഇത്ര അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇല്ല, വരരുത്. വന്നാൽ പൂരക്കായിരിക്കും അങ്ങോട്ട്. ഒരു സാധനം വരരുത് ഇതിന്. ഇനി ഈ സൈഡ് ഇനി നമുക്ക് സെറ്റാക്കാം. ആദ്യം കഴിക്കാം നമുക്ക്.
ഗൈസ്, അപ്പോ ഇപ്പോഴത്തെ സെക്ഷൻ ഫുള്ള് ബേബിയുടെ കുറച്ച് സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ പൗഡേഴ്സ് അങ്ങനെയൊക്കെയാണ്. ഇനി അത് നമുക്ക് എടുത്ത് വെക്കണം. അപ്പൊ ആ സപ്ലിമെന്റ്സ് ഒക്കെ ഇതിലൊന്ന് സെറ്റ് ആക്കി കൊടുക്കാൻ വിചാരിച്ചു. എത്ര കയറുന്നില്ല അറിഞ്ഞൂടാ. സപ്ലിമെന്റ്സ് വൈറ്റമിൻ ഡി, അങ്ങനത്തെ കുറച്ച് കാര്യം. വൈറ്റമിൻ ഡി അത് കേറില്ല. കേറില്ല. എങ്ങനെ അവിടെ ഇല്ല. ജനലല്ല ഒന്നും വെക്കില്ല ഗൈസ്. ഇത് കണ്ടില്ലേ? എത്ര മതി, അങ്ങനെയൊക്കെ മതി. ഇവിടെ വേണമെങ്കിൽ വെച്ചാലോ. ഇതിന്റെ സോസ് ഏത് തന്നില്ലേ? അപ്പോ ഇതിങ്ങനെ. ആൻഡ് ദിസ് 2 powders are alpha masala and sesame seeds. ഞാൻ സ്റ്റോറിൽ അത് വെക്കാം. സോസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് ബൗൾ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഡർട്ടി. അപ്പോ നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഓണായി കിടക്കണ നോക്കാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണേ. വ്യൂവേഴ്സിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? ചൂട് നല്ലോണം ഇല്ലേ? എന്റെ മുഖമൊക്കെ കത്തണ്. ഇപ്പൊ സുനുവിനെ ട്യൂഷൻ അവിടെ ഇവിടെ ഒക്കെ വിടുമല്ലോ. പൊടി ചൂട് സഹിക്കാൻ പറ്റണില്ല. മുഖമൊക്കെ എനിക്ക് എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കണ്ടത് പൊടിയൊക്കെ അടിച്ചിട്ട് കൊറേ കുരുക്കൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ പീലറുണ്ട്. എന്റെ കൈയാണെങ്കിൽ എപ്പോഴും കുരുവിലാണ്. പീലർ ഏതാ വേണ്ടത്? ഇപ്പൊ ചൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോണില്ലേ? ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം കമന്റ് ചെയ്യുക. ഇവിടെ കൊച്ചിയിലും കുറവൊന്നും കേട്ടാ, നല്ല ചൂടുണ്ട്. സഹിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഭയങ്കര മുഖമൊക്കെ പോകണാണോ. ചൂടും പൊടിയും എല്ലാം കൂടെ ഇട്. പടച്ചോൻ നമുക്ക് എല്ലാവർക്കും നല്ല എന്താ പറയട്ടെ, നല്ല ആരോഗ്യം, ഒരു നിക്കാനുള്ള ആരോഗ്യം തരട്ടെ. യെസ്. അതിനെക്കാട്ടും അപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എക്സാം അല്ലേ മക്കൾക്ക്. എനിക്ക് പേടിയാവണ കേട്ടത്. അവർക്കൊന്നും പേടിയില്ല, എനിക്കാ പേടി. എന്താണ് അവർക്ക് ടെൻഷൻ ഇല്ലല്ലോ, നമുക്കല്ലേ ടെൻഷൻ. അതെ പൂരട്ടോ വൈയുടെ പൈസാണെന്ന് പൊട്ടിക്കാൻ പൈസായിരിക്കും. അപ്പൊ നമ്മുടെ മക്കൾക്ക് എല്ലാം നന്നായിട്ട് എക്സാം എഴുതട്ടെ. അവർക്കില്ലാത്ത ടെൻഷൻ നമുക്കാണ്, അത് വേറെ കാര്യം. കുഴപ്പമില്ല, പഠിച്ചോനെ ഇതും ശരിയാക്കി തരും. മക്കളെ എല്ലാവരും ഉമ്മമാര് പറഞ്ഞൊന്നും പഠിക്കണോട്ടാ. ഒരു ഉമ്മയുടെ രോദനമാണ്. ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ഒരുത്തിന് ഇരിക്കണില്ല. സൈഗോണ് എന്റെ മെയിൻ. ആമ്പിള്ളേരാണ് ഏറ്റവും കുരുത്തക്കേട് എന്ന് പറയണത്. നിങ്ങളുടെ അവിടെ എല്ലാ ആമ്പിള്ളേർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ പാവങ്ങളാണോ? ഞാൻ ഇരുന്നാലേ അവനിരിക്കുള്ളൂ, ഞാൻ ഇരുന്നില്ലെങ്കിൽ അവനിരിക്കൂല. ഉമ്മി വാ, ഉമ്മി ഇരിക്കട്ടെ. എന്നിട്ട് ഉമ്മി ഇരിക്കി ആദ്യം. ഉമ്മി ഇരുന്നാൽ ഞാനിരിക്കാം. ഞാൻ പറയും ഇടയിൽ ഈ വേർഡ് 10 പ്രാവശ്യം എഴുതി പഠിക്കാം. അപ്പൊ തന്നെ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. ഉമ്മി ഇവിടെ ഇരിക്കുക, എന്നാലേ ഞാൻ പഠിക്കുള്ളൂ. ഈ നോമ്പിന് നമ്മ എങ്ങനെ ഇരിക്കും പറ? എങ്ങനെ ഇരിക്കും? എല്ലാം ഞാൻ പഠിച്ചോണ്ടേക്ക് വിട്ടേക്കണേ. എന്ത് താൻ പാതി തവക്കൽ തോലല്ല, അങ്ങനല്ലേ ഒരു ചൊല്ലുണ്ട്. താൻ പാതി. അയ്യോ അങ്ങനെയല്ല. എന്തോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മ പകുതി വെക്കണം, ബാക്കി പഠിച്ചോണ്ടല്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മ പകുതി ഒരു ഇച്ചിരിയൊക്കെ ചെയ്യാം, ബാക്കി എല്ലാം ഞാൻ പഠിച്ചോണ്ടേക്ക് പറഞ്ഞു വിട്ടേക്കണം. എല്ലാം ശരിയാവും, കുഴപ്പമുണ്ടാവൂല. അപ്പൊ പിള്ളേർക്ക് ഇവിടെ എക്സാം തുടങ്ങുന്നത് 6th 7th സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു സൈവിന് ഒരു 3-4 ഡേയ്സ് ഗ്യാപ്പിൽ വിട്ടിട്ട് പിന്നെ ഒന്നരാടോ. സുനുവിന് കണ്ടിന്യൂസ് ഉണ്ട്. ചൂടെടുക്കണം. അതല്ലേ പറഞ്ഞ ഭയങ്കര ചൂട് കണ്ട. ഞാൻ വേർത്ത് കുളിക്കണം, നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ എക്സാം ആണ്. 21st എക്സാം തീരുന്നു. സൈവിനും സുനുവിനും 21st തീരണം. 6th സ്റ്റാർട്ട് ചെയ്യും, 21st തീരും. അതിന്റെ ഇടയിൽ ഗ്യാപ്സ് ഇടയില് ഗ്യാപ്സ് ഉണ്ട്. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും തുടങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ 10th മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങിയല്ലോ ഇവിടെ. 10th കേരള സ്റ്റേറ്റിന്റെ മോഡൽ എക്സാമും CBSE പബ്ലിക് എക്സാമാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് കഴിയാറായിട്ടുണ്ടാവും അല്ലെ? ഇതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് ആകുമ്പോൾ തീരുമായിരിക്കും. എനിക്ക് സ്കൂളിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇപ്പൊ അറിയാൻ പറ്റുള്ളൂ.
എല്ലാ അമ്മമാർക്കും ഇതായിരിക്കും ടെൻഷൻ എക്സാം. എന്റെ പേരൻസ് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല. ബിക്കോസ് വി യൂസ് ടു സ്റ്റഡി. ഞാനും ബ്രദർ അത് ഇങ്ങനെ നിങ്ങള് ഇങ്ങനെ സ്വയം പഠിക്കാൻ പറഞ്ഞേ. ഞാനും സ്വയം പഠിക്കലായതുകൊണ്ട് എന്റെ അമ്മച്ചിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇവരെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ എത്തി പഠിപ്പിച്ച് സുനു ഒരു 5th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ സ്വയം പഠിക്കാൻ തുടങ്ങി കേട്ടാ. സൈജു എത്രാം ക്ലാസ് വരെ പോവാന്ന് അറിഞ്ഞൂടാ. ആമ്പിള്ളേരാകുമ്പോ കുറച്ച് കുഴപ്പത്തോടായിരിക്കുമല്ലോ. തനിത്തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ കുഴപ്പം. പിന്നെ ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ മതി. തന്താനെ പഠിക്കണം, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. പേരൻസ് പഠിപ്പിക്കുമ്പോ കുറച്ച് സ്ട്രെസ് ആവും. ഞാനിവിടെ ഒച്ചയെടുക്കാനായിട്ട് എല്ലാരും ഓടിയില്ല. എല്ലാരും ഓടി. എന്റെ മമ്മ ഇവിടെ നിൽക്കൂല, ഓടും. സോന് പഠിപ്പിക്കാൻ ഓടിക്കോ. ഇവിടെ ഇങ്ങനെ നോക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കി കുരുമരുന്നുകളെ പോയി നമ്മുടെ പ്രോട്ടീൻ പൗഡർ, വിറ്റമിൻ ടാബ്ലറ്റ്സ് എന്റെ മോളിക്കത് നിന്നു. അതായിരിക്കും നല്ലത്. ഇവിടെ കേറി ഇരിക്കി. എവിടെ ഇരുന്നു മതി. വീണ്ടും അയ്യോ അങ്ങനെ ഇത് ചൂടായി. ഞാൻ നേരത്തെ ആദ്യം പൊക്കത്ത് കയറി. ഞാൻ ചോദിച്ചല്ലേ മയോണൈസും സാലഡൊക്കെ വെച്ചാണ്. വെച്ചിട്ടില്ല. നീ വേദത്ത് ചോദിക്കണേക്കാൾ നീ അവരെടുത്ത് ചോദിച്ച അല്ല ശരിക്കും പാർസൽ എടുക്കുമ്പോ അവിടെ നിന്നൊക്കെ വെക്കണ്ടേ. അടുത്ത പ്രാവശ്യം പോകുമ്പോ നമുക്ക് പറയാം. ജസ്റ്റ് അങ്ങോട്ട് തട്ടിക്കൂട്ടി നമ്മൾ ബാക്കി വെച്ചത് മാത്രം ഇട്ടല്ലേ. ആ സാധാരണ വീട്ടിൽ പോയിട്ട് നമുക്ക് അതൊക്കെ കൂടി തിന്നണ്ടേ. ഇഷ്യൂ ശരിയാണ്. അത് പുതിയ ആൾക്കാരായതുകൊണ്ടാണോ? അവിടെ ഉണ്ടായിരുന്ന എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അതിപ്പോ അങ്ങനത്തെ ഫ്രണ്ട് ഇല്ലായിരുന്നില്ല വെച്ചേന്. അല്ല അല്ലാതെയും സാധാരണ വെക്കണ്ടല്ലേ കസ്റ്റമറിന്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തിന്നണ്ടല്ലേ മയോണൈസും സാലഡും. മറ്റേ മയം ഉണ്ടല്ലോ നമ്മള്. അതാ പറഞ്ഞത്. അതൊരു ബോധമില്ലാത്ത ആൾക്കാരായിരുന്നു. ഞാൻ മറ്റേ ചിക്കൻ ലോലിപ്പോപ്പിന് സോസും വെച്ചില്ല. അതിന് ഡ്രൈ അടിക്കാം. മറ്റേ ചിക്കൻ കാല് കടിക്കണവര്. ഞാൻ ഇന്നലെ അത് ടേസ്റ്റ് ആക്കിയിട്ടില്ല. ഞാൻ മന്തി ഓർഡർ ചെയ്തു, പക്ഷെ ഞാൻ കഴിച്ചില്ല. ബിക്കോസ് എനിക്കൊരു മൂഡ് മട്ടൻ കറി കഴിച്ചപ്പോ നല്ലതാ. ഗ്രീൻ ടീ ആണ്. നല്ലതാ മീൻസ് നോട്ട് ഇൻ ടേസ്റ്റ്, പക്ഷെ ഇറ്റ്സ് ഗുഡ് കാമിങ് ടീ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ബൈ. അപ്പൊ ഇവിടെ ക്ലീനായി. ജനലുകൾ അപ്പൊ ഒരു 60% ക്ലീൻ ആയില്ലേ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് മെസ്. ഈ മെസ് നമ്മൾ പിന്നെ ക്ലീൻ ആക്കാം. തൽക്കാലം ഇത്ര മതി. ഓക്കെ. സോ ഗൈസ്, ഫൈനലി നമുക്ക് ഇനിയുള്ളത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. നേരത്തെ മുതൽ അവിടെ നിന്ന് ഒതുക്കി വന്നിട്ട് അവിടെ ഒരു നമുക്ക് എയർ ഫ്രയർ ഒക്കെ ഉണ്ടായിരുന്നു. വി ആർ നോട്ട് യൂസിങ് ഇറ്റ് ഓൾ. അപ്പോ അത് മാറ്റാന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എയർ ഫ്രൈ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇവിടെ കുറച്ച് അച്ചാറിന്റെ ബോട്ടിൽസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ഐ എം ഷിഫ്റ്റിംഗ് ഇറ്റ് അപ്പുറത്തെ വർക്ക് ഏരിയയിൽ. സോ ലെറ്റ്സ് ക്ലീൻ ദിസ് പോർഷൻ.
അപ്പോൾ ക്ലീനിങ് ഒരു ഫൈനൽ വിധത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഐ ഹാവ് ടു ഡു സം അതർ വർക്ക്സ്. അപ്പോൾ ഇതൊന്ന് ഫൈനലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. ഫ്രിഡ്ജിനോട്ട് കൊണ്ടുപോകുന്നില്ല. ഇത് തന്നെ ഇല്ല, ക്ലിയർ ആക്കാൻ. അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും ഇൻഷാല്ലാ നാളെ ആയിരിക്കും വേണം. എനിക്ക് അറിഞ്ഞൂട കേട്ടോ, എൻ്റെ ഒരു തോട്ട് അപ്പം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാതെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടോ ലെറ്റ്സ് സീ. ഞാൻ ഓരോരു സാധനം കൊണ്ടുപോയി. ഞാൻ ചെയ്തില്ല. ചിലപ്പോ ബേബി അവിടുത്തെ ലൈറ്റും ഈ ലൈറ്റൊക്കെ പ്രകാശം പറക്കത്ത് ഗൈസ്. കേട്ടല്ല പരക്കട്ടെ. ക്യാപ്ഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പത്തെ വീഡിയോയുടെ. റംദാൻ ഗ്രോസറി ഷോപ്പിംഗ്. മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ, അടിപൊളി. So guys, finally the kitchen is clean now. Almost clean now. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു വൈബ് ആയിട്ടുണ്ട് മാഷാഅല്ലാ. അപ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. ഇത്രയൊക്കെ മതി. ഇനി വർക്ക് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യണത് ഐ എം നോട്ട് ഷോയിങ് യു ഗൈസ് ബിക്കോസ് അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് നൗ. അത്താഴത്തിനൊക്കെ എണിക്കാനുണ്ട്. ആൻഡ് പറ്റുമെങ്കിൽ എനിക്ക് കുറച്ച് നടക്കണം ട്രെഡ്മില്ലിൽ ഒരു ഹാഫ് ആൻ അവർ. ബിക്കോസ് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പോൾ നടന്നിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കും ഇൻഷാല്ലാ. എബു നേരത്തെ ഉറങ്ങിയ സ്ഥിതിക്ക് ഐ ഹാവ് ടു സ്ലീപ്പ്, അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റൂല. ഓൾറെഡി ഇപ്പോൾ 2-3 വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ എടുക്കണുണ്ടേ. അപ്പോൾ സ്ട്രെയിൻ ആവുന്നുണ്ട് ഐസും മൈൻഡും ഒക്കെ. സോ യാ, ഐ വിൽ ഷോ യു ദ ഓവറോൾ ലുക്ക് വൺസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓ, കൈയൊക്കെ വലുതായി കാണുന്നുണ്ട്. കൈക്കാണ് ഇന്ന് വർക്കൗട്ട് ചെയ്ത്. ബിഹൈൻഡ് ദ സീൻ. ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇൻസ്പെക്ഷൻ ഒരാൾ വന്നു ഗൈസ്. അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നാണ് സാർ പറയണേ. ഇനിയുണ്ട്. അത് ശരിയാ, ബേബി നന്നായിട്ട് ചെയ്യും. ഫൈനലായിട്ട് മുക്കും മൂലയൊക്കെ നോക്കുമ്പോ അവന്റെ ബാക്കിൽ ബ്രെഡ് പോലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചോക്ലേറ്റ്, സെന്റർ ഫ്രഷ്, സത്യം പറ, നീ നമ്മളില്ലാത്തപ്പോ ഒളിപ്പിച്ച് കഴിക്കണേണ് അവിടെ ഒക്കെ വെച്ചിട്ട്. നീ ഓ അന്തസ്സുള്ള ബ്രെഡ്. അയ്യോ, ഈ വർക്ക് ഏരിയ വേണം കാണിക്കാൻ. നന്നര പണി. സുനു ട്യൂഷന് വന്നു. അപ്പോ ബേബിന് ഞാൻ അമ്മ തുറച്ചാണ് ഇങ്ങനെ മുകളിൽ കയറി. ബേബി കുറച്ച് തുറക്കട്ടെ. മറ്റേ വിൻഡോ ഇച്ചിരി പൊക്കത്തിന് റഫായിട്ട് തുടച്ച്. ഇനി ഈ വിൻഡോ ബേബി തുറക്കും.
ജിമ്മിന്ന് വന്നിട്ട് എന്തിനാണാവോ ഈ പണിക്ക് ഞാൻ നിന്നേന്ന് മനസ്സ് പറയണ്ടോ, ഇല്ലെങ്കിൽ ജിമ്മിന്ന് വന്നിട്ട് റെസ്റ്റ് എടുക്കലാണ് പതിവ്. 2 മണിക്കൂർ അടുപ്പിച്ചായിരുന്നു അങ്ങനെ ജിമ്മ് വന്നിട്ട് നല്ലോണം ജനാലൊക്കെ തേച്ച് അറിയാതെ തൊട്ടുപോയതാണ്. തൊട്ട് കാട് കയറിപ്പോയി. എനിക്കൊരു സ്വഭാവം ഉണ്ട്, ഞാൻ ഒരു ഇത്തിരി എന്തെങ്കിലും തൊട്ട് അവിടെ ഒരു ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഏരി പിടിച്ച് മൊത്തം ക്ലീൻ. കാട് കയറി ഞാൻ അവിടുന്ന് ഉണങ്ങിയില്ലേ, അവിടുന്ന് ഉണക്കി ഇവിടെ വരെ എത്തിയേ. അതിന് മേലെ കബോർഡ് എല്ലാം ഷാമ്പു വാഷ് ചെയ്ത് ഉടച്ച് ലുക്ക് അറ്റ് ദിസ്. എന്റെ മാഷാഅല്ലാഹ് നല്ല ക്ലീൻ ആക്കി. മാഷാഅല്ലാഹ് ഇറ്റ്സ് ഗുഡ് നൗ. ഇവിടെ തുടച്ചു. വൈഡ് പിടിക്കുമ്പോ ബ്ലിങ്ക് ആവും. ഇവിടൊക്കെ ഭയങ്കര അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് ക്ലീനാക്കി. ഇവിടെ നമ്മൾ പുതിയ മിക്സി മേടിച്ചത് പ്ലേസ് ചെയ്യും. സോ ഫൈനലി നമ്മൾ ഒരു പുതിയ കിച്ചണാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ഓ Alhamdulillah, നമ്മുടെ kitchen is all set for Ramadan. Mashallah, mashallah. I'm so happy, feeling so good. Ramadan ഒരു vibe കിട്ടുന്നുണ്ട് guys. Fully setup ആയിട്ടുണ്ട്. We all together did it. We made it. Mashallah, very happy. റമദാൻ എന്ന് പറയുമ്പോൾ നമ്മള് കിച്ചണിലാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്ന കിച്ചണാണ്. അപ്പൊ കിച്ചൺ മസ്റ്റ് ആയിട്ട് എല്ലാരും നല്ല പക്കായിട്ട് ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് vibe വേണം നമുക്ക് വരുമ്പോ തന്നെ. അതൊരു നമ്മുടെ വീട്ടിലൊരു ഐശ്വര്യം വർക്കത്തൊക്കെ തന്നെയാണ്. അപ്പോ that's it. അപ്പോ ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് യു എൻജോയ്. അപ്പൊ നിങ്ങളും ഇങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഈ വർഷത്തെ റമദാൻ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം ഇൻഷാല്ലാ. എല്ലാം പോസിറ്റീവ് വൈബില് നമുക്ക് പീസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമ്മളൊക്കെ ഓരോ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി നമ്മള് തേടുക പ്രശ്നത്തിന്റെ അടുത്ത്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ ആരെങ്കിലും മനസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് പോയിട്ട് നമ്മളിവിടെ ആയിട്ട് നമ്മളെ ഈഗോ സംഭവങ്ങൾ അതൊന്നിന്റെ ആവശ്യമില്ല. നമ്മൾ ആരെങ്കിലും മനസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി സോറി ചോദിക്കുക, അവരെ കൊണ്ട് പൊരുത്തപ്പിടിപ്പിക്കുക. മനസ്സിലായോ? അതൊക്കെയാണ് റമദാൻ മാസത്തില് നമുക്ക് അതൊക്കെയാണ് വേണ്ടത്. പീസ്ഫുൾ ആയി എല്ലാരും ഹാപ്പി ആയിട്ട് നല്ലത് ചെയ്ത് എന്താ പറയണ ഒരു പുതിയൊരു ബിഗിനിങ് ആവട്ടെ, ഒരു പുതിയൊരു ലൈഫ്, പുതിയൊരു ബിഗിനിങ് ആവട്ടെ. ത്രൂ ഔട്ട് ഇനി നമ്മൾ ആയുസ് ഉള്ളിടത്തോളം പോസിറ്റീവ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും ഇൻഷാല്ലാ. അപ്പൊ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇനി അങ്ങോട്ട് അറിയാലോ റമദാൻ വരുമ്പോ അങ്ങോട്ട് ട്രെയിൻ പോലെ ആയിരിക്കും വീഡിയോസ് വരാൻ പോണേ. ബിക്കോസ് ദാറ്റ്സ് ആൻ എനർജി ഫോർ മീ. റമദാൻ മന്ത് ഐ ജസ്റ്റ് ലവ് ദിസ് ഹോളി മന്ത്. അപ്പോ ഇൻഷാല്ലാ നമുക്ക് ഇപ്പൊ തന്നെ കാണാം, അടുത്ത വീഡിയോയിൽ ഇപ്പൊ തന്നെ കാണാം ഇൻഷാല്ലാ. യു ഗൈസ് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.